അങ്ങനെ ശില്പേനെ പറഞ്ഞ് നാട്ടി വിട്ടതിന് ശേഷം കറങ്ങാൻ ഇറങ്ങി ഞാൻ കറങ്ങി തിരിഞ്ഞ് രണ്ടാമത്തെ തവണയും മാൾട്ടയിലെത്തി. ഈ കാണുന്ന മാൾട്ടയിലെ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ്. പച്ച, നീല, ചുവപ്പ് കളറിലുള്ള അങ്ങനത്തെ കിളിവാതിലുള്ള ബിൽഡിങ്ങുകൾ. അങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ തന്നെ പ്രശസ്തമായ ഒരു ദൈവാലയവും കണ്ടു. പിന്നെ ഇവിടുത്തെ പ്രത്യേകത, ഓരോ സ്ഥലത്തും ഇങ്ങനെ കുറേ പ്രതിമകൾ കാണാം. ഇത് ക്രൈസ്റ്റിൻ്റെ ഒരു പ്രതിമയാണെന്ന് തോന്നുന്നു. ഷേപ്പ് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ വലറ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ ക്യാപിറ്റൽ സിറ്റി ചെന്ന് കഴിഞ്ഞപ്പോൾ ഏത് സമയത്തും അവിടെ തിരക്കാണ് ഫുൾ. അതിൻ്റെ ഇടയ്ക്കിന് ഇഷ്ടംപോലെ മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ചൈനീസ് രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈഡ് കണ്ടു. അവിടെ കുറേ റെസ്റ്റോറൻറ്റുകളും ആ ചെരുവിൽ താഴത്തായിട്ട് കടലും കാര്യങ്ങളും ഉണ്ട്. പിന്നെ പോയത് നമ്മൾ ഷോപ്പിംഗ് മാർക്കറ്റിലോട്ടാണ്. ഇവിടെ ഓരോ സ്ഥലത്തും, അത് ഓരോ ഡേയ്സിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുറേ ഷോപ്പിംഗ് മാർക്കറ്റുകൾ ഉണ്ടാകും. അത് അവർ വണ്ടിയെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം അത് അടുത്ത സ്ഥലത്തായിരിക്കും. അങ്ങനെ ചെറുതായിട്ട് കുറച്ച് ഷോപ്പിങ്ങുകളും കാര്യങ്ങളും കഴിഞ്ഞ് ചേച്ചിയും ചേച്ചിയുടെ കൂട്ടുകാരിയുമായിട്ട് നമ്മൾ നേരെ പോയിട്ടൊരു ചായക്കടയിലോട്ടാണ്. മലയാളി ചായക്കട മാൾട്ടയിൽ, അതായത് യൂറോപ്യൻ കൺട്രിയിൽ ഉഴുന്നുവട ഉഴുന്നുവിടാന്ന് എഴുതിയിട്ട് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെയുള്ള പോലെ ഒരു കട. അങ്ങനത്തെ അന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് മാൾട്ടയിൽ ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക്.